അതിരങ്ങൾ തുറന്നെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 17 വാക്യം 7 കർത്താവ് ഇങ്ങനെ നമ്മളോട് ഇന്നത്തെ ദിവസം പറയുകയാണ്: കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവൻ അനുഗ്രഹീതൻ. ആരാണ് അനുഗ്രഹീതൻ? ഇവിടെ ജെറമ്യാ പ്രവാചകൻ പറയുകയാണ്, കർത്താവിൽ പ്രത്യാശ വെക്കുന്നവൻ അനുഗ്രഹീതൻ. അവനെ കുറിച്ച് തുടർന്ന് ഇങ്ങനെ പറയുന്നു: അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. കർത്താവിൽ പ്രത്യാശ വെക്കുന്നവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അത് വേനൽക്കാലത്ത് ഭയപ്പെടുന്നില്ല. കാരണം അത് നട്ടിരിക്കുന്നത് ആറ്റുതീരത്താണ്. ആറ്റുതീരത്ത് നിൽക്കുന്ന മരത്തിന് ജലം കിട്ടുമോ എന്ന് അത് ഭയപ്പെടേണ്ട കാര്യമില്ല. അതുപോലെയാണ് കർത്താവിൽ അഭയം പ്രാപിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. തുടർന്ന് ഇങ്ങനെ പറയുന്നു: അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്ത് ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. സറിയത്തി പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇതുപോലെയാണ്. ആറ്റുതീരത്ത് നട്ടം വൃക്ഷം പോലെ ഭയം കൂടാതെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന ഒരു മനുഷ്യനായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സമൃദ്ധിയും എന്നും ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിന് ദൈവം പറയുന്നത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ: അവൻ കർത്താവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന മനുഷ്യനായിരിക്കണം. നമുക്കൊരു നിമിഷം കണ്ണുകളെ ഒന്ന് അടച്ച് നമ്മുടെ കരങ്ങൾ ഹൃദയത്തോട് ഒന്ന് നമുക്ക് ചേർത്ത് പിടിക്കാം. കണ്ണുകളെ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഈശോയോട് നമുക്ക് പറയാം: കർത്താവേ, അങ്ങയിൽ പ്രത്യാശ വെക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ എനിക്ക് കൃപ തരണമേ. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും അങ്ങയിൽ പ്രത്യാശ വെച്ച് ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെ അത് ജലാശയത്തിലേക്ക് വേരൂന്നി നിൽക്കുന്നത് പോലെ എൻ്റെ കർത്താവേ, അങ്ങയിൽ വേരൂന്നി നിന്നുകൊണ്ട് എന്നും ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിയായി തീരുവാൻ അവിടുന്ന് എനിക്ക് കൃപ തരണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ആഗ്രഹിച്ചുകൊണ്ട് ഇരു കരങ്ങളെയും നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്താൻ. പ്രിയപ്പെട്ടവരെ, കൈമുട്ടുകൾ നിവരട്ടെ, അധരങ്ങൾ തുറന്ന് ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെ കർത്താവേ, ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെ യേശുവേ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ തളരുവാൻ അവിടുന്ന് അനുവദിക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവൻ തളരുകയില്ല, തകരുകയില്ല. കർത്താവിലാണ് നമ്മുടെ പ്രത്യാശ. അധരങ്ങൾ തുറന്ന് സ്തുതിക്കട്ടെ, ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം ഈ ആലയത്തിൽ കൂടിയിരിക്കുന്ന ഈ ജനത്തെ അവിടുന്ന് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അരൂപിയുടെ സാന്നിധ്യം ഈ മക്കളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബത്തിൽ നിന്ന്, ഇവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ തളർച്ചയും തകർച്ചയും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ യേശുവേ, അങ്ങയിൽ ശരണം പ്രാപിക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് സ്ഥാനത്തിരിക്കാം. പ്രിയപ്പെട്ടവരെ,
കർത്താവ് ഇന്നേ ദിവസം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മളൊക്കെ വിശ്വാസികളാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഉടമയാണോ ഞാനും നിങ്ങളും എന്ന് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മറിച്ച് പുറമേ വിശ്വാസിയായി കണ്ടാൽ പോരാ, ആന്തരികമായി നമ്മൾ വിശ്വാസികൾ ആയിരിക്കണം. പല മനുഷ്യരുടെയും ജീവിതത്തിൽ കാണാം, പ്രാർത്ഥനകളുമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു പ്രതിസന്ധി വരുമ്പോൾ അവർ ദൈവത്തെ മറന്ന് പിശാചിനോട് ചേർന്ന് ചിന്തിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അനേകം പേർ എൻ്റെ ഈ സുവിശേഷ ജീവിതകാലത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ, ജീവിതമൊക്കെ മടുത്തു, ജീവിക്കണമെന്ന് പോലുമില്ല. അപ്പൊ ഞാൻ അവരോട് ചോദിക്കും, സഹോദര സഹോദരി, നീ ഒരു ക്രിസ്ത്യാനിയല്ലേ, പിന്നെ എന്തേ ജീവിതം മടുത്തു എന്ന് ചിന്തിക്കുന്നത്? നിങ്ങൾ പുറപ്പാടിന്റെ പുസ്തകമൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. വിശ്വാസത്തിന്റെ ആഴത്തിൽ മനസ്സിലാക്കാൻ പുറപ്പാടിന്റെ പുസ്തകം നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. എബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അധ്യായം 11 വാക്യം 6 കർത്താവ് ഇങ്ങനെ പറയുകയാണ്, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയില്ല. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവപ്രസാദം ഉണ്ടാകണമെങ്കിൽ, ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ, ദൈവിക സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ, പൗലോസ് പറയുകയാണ്, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ! ശക്തിയോടെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് എങ്ങനെയുള്ള വിശ്വാസമാണ് ദൈവം പ്രസാദിക്കുന്ന വിശ്വാസമെന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അവിടെ ഇങ്ങനെ പറയുന്നു, ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പ്രാവശ്യമെങ്കിലും ധ്യാനത്തിനോ നൊവേനയ്ക്കോ കുർബാനയ്ക്കോ നിങ്ങൾ ദേവാലയത്തിൽ പോയിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ പ്രത്യാശയോടുകൂടിയാണോ നീ ദേവാലയത്തിൽ പോയത്? ഈ പ്രത്യാശയോടുകൂടിയാണോ നീ ബലിയർപ്പിക്കാൻ പോയത് എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഈ വിശ്വാസത്തോടു കൂടിയാണ് എങ്കിൽ ദൈവത്തിൽ അഭയം പ്രാപിക്കുന്നവർക്ക്, ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നവർക്ക്, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം കൊടുക്കും എന്ന ആഴമായ വിശ്വാസം നിനക്കുണ്ടായെങ്കിൽ, നീ ഒരു ബലിയർപ്പണം കഴിയുമ്പോൾ, നീ ഒരു ധ്യാനം കൂടി കഴിയുമ്പോൾ, നീ ഒരു നൊവേനയിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ 9-ാമത്തെ അധ്യായം അതിന്റെ 20 മുതൽ 22 വരെയുള്ള വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, 12 വർഷക്കാലമായി രക്തസ്രാവത്തിന് അടിമപ്പെട്ട ഒരു സഹോദരി, അവൾ അനേകം വൈദ്യന്മാരുടെ അടുത്ത് പോയി അവളുടെ ഈ ബ്ലീഡിംഗ് രോഗമൊന്ന് സുഖപ്പെടുത്തുന്നതിന് വേണ്ടി കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പണവും ആ വൈദ്യന്മാർക്ക് കൊടുത്തു. ബൈബിൾ പറയുന്നു, അവളെ സൗഖ്യപ്പെടുത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവള് യേശുവിനെ കുറിച്ച് കേൾക്കുന്നത്. അന്ധന് കാഴ്ച കൊടുക്കുന്നവൻ, തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തിയവൻ, കടലിനെ ശാന്തമാക്കിയവൻ, സർവശക്തനായ യേശുവിനെ കുറിച്ച് അവൾ കേട്ടപ്പോൾ അവൾ ഇങ്ങനെ വിശ്വസിച്ചു. വചനം ഇങ്ങനെ പറയുന്നു, അവൾ അവന്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ വിശ്വസിച്ചു. ഹല്ലേലൂയ! അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ അവൻ എന്നെ സൗഖ്യപ്പെടുത്തുമെന്ന് അവൾ ഉള്ളിൽ വിശ്വസിച്ചു. അവൾ അവന്റെ പുറകെ ചെന്നു, അവന്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചു. യേശു തിരിഞ്ഞ് അവളോട് ചോദിച്ചു, മകളെ, ധൈര്യമായിരിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ! പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം കിട്ടുന്നില്ല എങ്കിൽ, അനുഗ്രഹം കിട്ടുന്നില്ല എങ്കിൽ, നമ്മുടെ സ്വഭാവത്തിന് ഒരു മാറ്റം വരുന്നില്ല എങ്കിൽ, നമ്മുടെ
മനസ്സിലാക്കിക്കൊള്ളുക. നീ ഇതുവരെയായിട്ടും വിശ്വസിച്ചിട്ടില്ല. കർത്താവിൽ ശരണം പ്രാപിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കും എന്ന് നീ വിശ്വസിച്ചിട്ടില്ല. വിശ്വസിക്കണം. ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചു തീരും മുമ്പേ എന്റെ ദൈവം എനിക്ക് ഉത്തരം തരുമെന്ന് നീ വിശ്വസിക്കണം. ഹല്ലേലൂയ. സ്വരത്തിൽ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അഭയം പ്രാപിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, നമ്മുടെ മേലും നമ്മുടെ സമസ്തത്തിന്റെയും മേൽ അധികാരം ദൈവത്തിന് വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കണം. മത്തായിയുടെ സുവിശേഷം അധ്യായം 9 അതിന്റെ 27 മുതലുള്ള തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ രണ്ട് അന്ധന്മാർ ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് വിളിച്ച് കരഞ്ഞപേക്ഷിച്ചു. അവനെ അനുഗമിച്ചു. അവൻ ഭവനത്തിൽ എത്തിയപ്പോൾ ആ അന്ധന്മാർ അവനെ സമീപിച്ചു. യേശു അവരോട് ചോദിച്ചു, എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? അവർ പറഞ്ഞു, ഉവ്വ കർത്താവേ എന്ന് അവർ മറുപടി പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഹല്ലേലൂയ. നീ ഒരു നിയോഗം വെച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലാക്കണം, ഇത് ചെയ്തു തരാൻ എന്റെ കർത്താവിന് കഴിയും. തമ്പുരാന്റെ അടുത്ത് അഭയം പ്രാപിക്കുന്ന വ്യക്തിയോട് ദൈവം ചോദിക്കുന്ന ചോദ്യം ഇതാ, ഇത് ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? നിന്നെ സുഖപ്പെടുത്തുവാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? നിന്റെ തകർച്ചയിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? നിന്റെ വിദ്യാഭ്യാസത്തിന്റെ മേൽ എനിക്ക് അനുഗ്രഹം ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? പറയാൻ പറ്റണം, പ്രിയപ്പെട്ടവരെ, ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. സ്വരത്തിൽ പറ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. അങ്ങനെ നീ പറഞ്ഞാൽ, ഞാനിപ്പോഴും ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് പുനലൂർ രൂപതയുടെ മരുതിമൂട് എന്ന് പറയുന്ന പള്ളിയിൽ ഞാൻ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് വന്ന് കണ്ണുനീരോടെ പറയുകയാണ്, ബ്രദറേ, എൻ്റെ മോൻ മലങ്കര റീത്തിൽ വൈദികനാകാൻ പഠിക്കുകയായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ബിഷപ്പ് അവനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നീ തിരിച്ചു പോവുക. കാരണം ഒന്നേ ഉള്ളൂ, അവന്റെ മുട്ടിന് താഴോട്ട് രണ്ട് കാലുകളും വ്രണം വന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. ഈ അമ്മച്ചിയുടെ സങ്കടം, തന്റെ മകനെ വൈദികനായി കാണാൻ ആഗ്രഹിച്ച അമ്മച്ചി, ആനിച്ചേച്ചി എന്നാണ് അമ്മച്ചിയുടെ പേര്. ഈ അമ്മച്ചി എന്റെ അടുത്ത് വന്ന് കരഞ്ഞപ്പോ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി, മോനെ കൊണ്ടുവന്നിട്ടുണ്ടോ? അപ്പൊ അമ്മച്ചി പറഞ്ഞു, ബ്രദറെ, നാളെ ഞാൻ അവനെ കൊണ്ടുവരാം. അവനിപ്പോ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും വേദനയാണ്, വിഷമമാണ്. കാരണം അവന്റെ മുട്ടിന് താഴോട്ട് രണ്ട് കാലിലും വ്രണം പൊട്ടി ഇങ്ങനെ വെള്ളമൊഴുകിക്കൊണ്ടിരിക്കും. പിറ്റേ ദിവസം ഈ അമ്മച്ചി മകനെ കൊണ്ട് എൻ്റെ അടുത്ത് വന്നു. കൊണ്ടുവരുന്നപ്പോ ഞാൻ അവനെ കണ്ടപ്പോ എന്ത് രസമുള്ള ഒരു മകൻ. ഞാൻ അവനെ നോക്കിയിട്ട് പറഞ്ഞു, മോനെ, അച്ഛനാകണോടാ എന്ന് ചോദിച്ചു. അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, എനിക്കൊരു പുരോഹിതനാകണം ബ്രദറെ. പക്ഷേ എൻ്റെ ഈ കാലം ഉണങ്ങുമോ എന്ന് എനിക്കറിയില്ല. ഉണങ്ങാതെ തിരിച്ചു ചെല്ലണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കർത്താവ് പറഞ്ഞു, നീ അവന്റെ ആ മുറിവുള്ള കാലിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ ഈ രണ്ട് കരങ്ങളും ഞാൻ അവന്റെ കാലിലേക്ക് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, കർത്താവായ യേശുവേ, നിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഈ മകനെ നീ സൗഖ്യപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇവനെ ഒരു പുരോഹിതനായി കാണാൻ. അപ്പോൾ അവന്റെ അമ്മയുടെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് കണ്ടാൽ എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. വാവിട്ട് കരയുന്ന ഒരു അമ്മച്ചി. ഒരു സഹോദരിയുണ്ട്, ജിജി എന്നാണ് അവളുടെ പേര്. അവൾ അപ്പുറത്ത് മാറി കൈകൂപ്പി പിടിച്ചു നിന്ന് പൊട്ടിക്കരയുക. ജോസഫ് പറയുന്ന അപ്പൻ ഇങ്ങോട്ട് നോക്കാൻ പോലും പറ്റാതെ ഭിത്തിയിലേക്ക് കൈവച്ച് നിന്ന് കരയുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, എന്റെ കർത്താവ് ഇന്ന് നിങ്ങളെ സുഖപ്പെടുത്തുമെന്ന് നീ വിശ്വസിച്ചാൽ ഇന്ന് ഈ ധ്യാനം കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. ഹല്ലേലൂയ. അന്ന്
അറ്റൻഡ് ചെയ്തു. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചുള്ള ആരാധനയുടെ സമയത്ത് ഒരു വലിയ നിലവിളി ഈ അജോ എന്ന് പറയുന്ന മകൻ ഭയങ്കരമായിട്ട് കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് അവനെ ഇങ്ങനെ ശ്രദ്ധിച്ചവൻ കരയുന്നത് എന്താണെന്ന്. അവൻ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ നിലവിളിച്ച് കരയുക. ആരാധന കഴിഞ്ഞപ്പോ ഇവൻ ഓടി എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബ്രദർ, ഞാൻ എന്റെ കാലിൽ ഇങ്ങനെ അമുക്കി നോക്കി, അപ്പോൾ പഴുപ്പോ രക്തമോ വന്നില്ല. ഞാൻ പറഞ്ഞു, മോനെ കെട്ടഴിക്കാൻ പറഞ്ഞു. അവന്റെ പാൻറ് പൊക്കി വെച്ചിട്ട് ആ കെട്ടുകൾ അഴിച്ചെടുത്തപ്പോൾ ആ വ്രണം മുഴുവനായിട്ടും പോള വന്ന് അടഞ്ഞ് ഉണങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ അവനോട് പറഞ്ഞു, മോനെ, എല്ലാരും പോയി കഴിയുമ്പോൾ നീ അൾത്താരയിലേക്ക് വരണം. എല്ലാരും പോയി കഴിഞ്ഞ് അവര് കുടുംബസമേതം അൾത്താരയിലേക്ക് വന്നു. അവനോട് ഞാൻ പറഞ്ഞു, നീ മുട്ടുകുത്ത്, കർത്താവ് നിന്നെ തൊട്ടിരിക്കുന്നു, കർത്താവ് നിന്നെ തൊട്ടിരിക്കുന്നു. അവന്റെ അപ്പനോടും അമ്മയോടും അനുജത്തിയോടും പറഞ്ഞു, ഇവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങൾ അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞ് അവൻ സെമിനാരിൽ തിരിച്ചു ചെന്നു, ബിഷപ്പിന്റെ അടുത്ത് ചെന്നു. ബിഷപ്പിനോട് പറഞ്ഞപ്പോൾ ബിഷപ്പ് പറഞ്ഞു, അജോ കുട്ട, ദൈവം നിന്നെ തൊട്ടവനാ, നീ എന്റെ കൂടെ ഇവിടെ നിന്ന് പഠിക്കുക. ഹല്ലേലൂയ. അതിനുശേഷം അവനെ ബിഷപ്പ് റോമിൽ വിട്ട് പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് അവൻ പുരോഹിതനായി, ഒരു ഇടവക വികാരിയായി. ഇന്ന് അവൻ മലങ്കര സെമിനാരിയിൽ തിരുവനന്തപുരത്ത് ഒരു പുരോഹിതനായി നിന്നുകൊണ്ട് സെമിനാരി സ്റ്റുഡന്റിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഇന്നും അവനെ വിളിക്കുന്നത് അച്ഛ എന്നല്ല, എന്റെ അജോക്കുട്ട എന്ന. ഓരോ കാര്യത്തിനും അവന്റെ അപ്പനും അമ്മയും എന്നെ വിളിക്കും. ഞാൻ പറയും, എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, എപ്പോഴും ഞാൻ ആനിച്ചേച്ചിയോട് പറയും, ആനിച്ചേച്ചി, കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിക്കണം. ദൈവത്തോട് ചേർന്ന് ഇത്രമാത്രം പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തെ ഞാൻ എന്റെ ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തമ്പുരാന്റെ മുമ്പില് ഒരു ദൈവ ബലിയർപ്പിക്കാൻ വരുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും നിയോഗമുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ബലി കഴിയുമ്പോൾ എന്റെ കർത്താവ് എന്നെ എന്റെ പ്രശ്നത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പ്രശ്നം വരുമ്പോ നിങ്ങളോട് വചനം പറഞ്ഞ ധ്യാന ഗുരുവിനെ അല്ല നിങ്ങൾ വിളിക്കേണ്ടത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള പൊന്നു തമ്പുരാനെ വിളിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കുക. മോശയിലൂടെ ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ തന്നെ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തു. പക്ഷേ ഓരോ സമയത്തും ഇസ്രായേൽ ജനം പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോൾ അവർ മോശയോട് ചോദിച്ചു, ഞങ്ങളെ നീ കൂട്ടിക്കൊണ്ടുവന്നിട്ടല്ലേ ഞങ്ങൾക്ക് ഈ ഗതി വന്നേ? നിങ്ങൾ ആ മോശയെ ഒന്ന് മനസ്സിലാക്കണം. ഇസ്രായേൽ ജനം മോശക്കെതിരെ പിന്തിരിഞ്ഞ സമയത്തെല്ലാം മോശ ചെയ്തത്, അവൻ സമാഗമ കൂടാരത്തിലേക്ക് പോയി, അവൻ മുട്ടുകുത്തി, കരമുയർത്തി, അവൻ വിശ്വസിക്കുന്ന പൊന്നുതമ്പുരാനെ വിളിച്ചപ്പോ സ്വർഗം തുറന്ന് ദൈവം മോശയുടെ അരികിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. മോശ എപ്പോഴെല്ലാം മുട്ടുകുത്തി കരമുയർത്തി പ്രാർത്ഥിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ദൈവം മോശയുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുക, പ്രിയപ്പെട്ടവരെ, തമ്പുരാന്റെ മുമ്പിൽ ശരണപ്പെടുവാൻ നിങ്ങൾക്ക് കഴിയണം. മക്കളൊരു പ്രതിസന്ധി ഉണ്ടാക്കുമ്പം മക്കളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ ജീവിത പങ്കാളി തോന്നിവാസിയായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ആ വ്യക്തിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ആ വ്യക്തിയെ ശപിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ അയൽവാസികൾ നിങ്ങൾക്കൊരു തലവേദനയായി മാറിയിരിക്കുകയാണോ, ആ വ്യക്തിയെ ശപിച്ചിട്ട് കാര്യമില്ല, മിണ്ടാതെ നടന്നിട്ട് കാര്യമില്ല, കേസ് കൊടുത്തിട്ട് കാര്യമില്ല. നിനക്ക് നിന്റെ സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്താൻ പറ്റുമോ? ദൈവത്തിന്റെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്താൻ പറ്റുമോ? വിശ്വാസത്തോടെ നീ പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കരുതരുത്, ഈ 33 വർഷക്കാലം എന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയും ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ കരുതരുത്. ഒരുപാട് വേദനകളിലൂടെ, ഒരുപാട് നിന്ദനങ്ങളിലൂടെ, ഒരുപാട് തിരസ്കരണങ്ങളിലൂടെ, ഒരുപാട് ഒറ്റപ്പെടുത്തലുകളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ
മനുഷ്യനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ഞാൻ. Praise the Lord. Hallelujah. എന്റെ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ ഈ മൂന്നാണിയിൽ തൂങ്ങിക്കിടക്കുന്ന എന്റെ പൊന്നുതമ്പുരാനാണ്. ആരെങ്കിലും എന്നെ നിന്ദിച്ചാൽ, ആരെങ്കിലും എന്നെ അപമാനിച്ചാൽ, ആരെങ്കിലും എന്നെ ഒറ്റപ്പെടുത്തിയാൽ, ആരെങ്കിലും എന്നെ കുറ്റപ്പെടുത്തിയാൽ എനിക്ക് പരാതി പറയാൻ ഒരാളേ ഉള്ളൂ, എന്റെ കർത്താവ്. ഞാൻ ഓടിപ്പോകും എന്റെ ദൈവത്തിന്റെ അടുത്ത്. എന്റെ കണ്ണുനീര് ഇത്രയും വർഷം എന്നെ സ്നേഹിച്ച, എന്റെ കൂടെ ജീവിച്ച പീറ്ററച്ചൻ പോലും, നിങ്ങളുടെ അച്ഛൻ പോലും എന്റെ കണ്ണുനീര് ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ചിരിക്കുന്ന വിജയെ മാത്രമേ എല്ലാവരും കണ്ടിട്ടുള്ളൂ. എന്റെ ഭാര്യ പോലും കരയുന്ന വിജയെ കണ്ടിട്ടില്ല. എന്റെ അമ്മ പോലും കണ്ടിട്ടില്ല. എന്റെ കൂടെ നടന്ന ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. പക്ഷെ എന്റെ കണ്ണുനീര് മുഴുവൻ കണ്ടിരിക്കുന്നത് എന്റെ കർത്താവാണ്. ആരും അറിയാതെ ഞാൻ കരയും എന്റെ കർത്താവിന്റെ അടുത്ത്. എന്നിട്ട് ഞാൻ പറയും, ഇപ്പോൾ ഞാൻ അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നീ എന്നെ ജയിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം നീയാണ് എന്റെ കർത്താവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോ എന്റെ കർത്താവ് എന്നോട് പറയും, ഭയപ്പെടേണ്ട, ഞാനുണ്ട് നിന്റെ കൂടെ, ഞാനുണ്ട് നിന്റെ കൂടെ, ഞാനുണ്ട് നിന്റെ കൂടെ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാ പ്രിയപ്പെട്ടവരെ, ജീവിതം കൈവിട്ടു എന്നല്ല പറയാ, തമ്പുരാനോട് ചേർന്ന് നിൽക്കണം. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. യാക്കോബിന്റെ ലേഖനം അധ്യായം 1 വാക്യം 3-4 തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിസ്ഥിരത ലഭിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ. നീ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമോ? ഈ വിശ്വാസം കളയുമോ? ഇന്ന് അനേകം കുട്ടികളെ കാണാൻ സാധിക്കും ഈ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്. കണ്ണുനീരോടെ ഞാനത് ഓർക്കുക. കാരണം തെറ്റായ സ്നേഹബന്ധങ്ങളുടെ പേരിൽ ദൈവത്തെ ഉച്ഛിഷ്ടം പോലെ തള്ളിക്കളഞ്ഞ് കടന്നു പോകുന്ന നിരവധിയായ മക്കൾ, ഒരിറ്റു സുഖത്തിനു വേണ്ടി ഈ ദൈവത്തെ കളയുന്ന മക്കൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള നിങ്ങളുടെ രക്ഷകനെയാണ് നിങ്ങൾ തള്ളിക്കളയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ മരിച്ചാലും നിങ്ങൾ ജീവിക്കും, മരിച്ചാലും നിങ്ങളെ ഉയർപ്പിക്കാൻ കഴിവുള്ള പൊന്നുതമ്പുരാനെ നിങ്ങൾ തള്ളിക്കളയരുത്. വേറെ എന്തെല്ലാം ഈ ലോകത്തെ ഉച്ഛിഷ്ടമായി കണ്ടാലും ദൈവത്തെ നിങ്ങൾ മുറുകെ പിടിക്കാൻ പറ്റണം. പ്രൈസ് ദി ലോർഡ്. ജോലിയുടെ പേരിൽ ദൈവത്തെ കളയും, ഒരു വിവാഹത്തിന്റെ പേരിൽ ദൈവത്തെ കളയും, ഒരു സൗഭാഗ്യത്തിന്റെ പേരിൽ ദൈവത്തെ കളയുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, കളയരുത്, കളയരുത്. ദൈവത്തെ മുറുകെ പിടിച്ച് സന്തോഷിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം നിങ്ങളിൽ ഉണ്ടാകണം. കർത്താവ് ഇങ്ങനെ പറയുകയാണ്, എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുന്നുവെന്ന് അറിയാമല്ലോ. ഈ വിശ്വാസം, ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിനും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും. ഹല്ലേലൂയ. നമുക്കറിയാം, പരീക്ഷ എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പേടിയുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ പിന്നെ കൊറോണ ആയത് കാരണം എക്സാം ഇല്ല, രക്ഷപ്പെട്ടു. അതിനു മുമ്പ് ക്ലാസ് പരീക്ഷ, ഓണപരീക്ഷ, വീണ്ടും ക്ലാസ് പരീക്ഷ, പിന്നെ ക്രിസ്മസ് പരീക്ഷ, പിന്നെ ആനുവൽ എക്സാം. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, എന്തിനാണ് അധ്യാപകർ, മാനേജ്മെന്റ്, ഗവൺമെന്റ് ഈ കുഞ്ഞുങ്ങൾക്ക് ഓണപരീക്ഷ ഇടുന്നത്? സ്കൂൾ തുറന്ന അന്ന് മുതൽ ഓണം വരെയുള്ള ദിനങ്ങളിൽ അധ്യാപകർ പഠിപ്പിച്ചത് ഈ കുഞ്ഞ് പഠിച്ചോ എന്നറിയുന്നതിന് അവരിടുന്നതാണ് ഓണപരീക്ഷ. അങ്ങനെ ഓരോ ടേമിലും എക്സാം ഇടും. അങ്ങനെ ആ ഒരു ഇയർ കഴിയുമ്പോൾ അവന് വീണ്ടും 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് പ്രമോഷൻ കൊടുക്കും. അപ്പൊ മനസ്സിലാക്കുക, ഓരോ പടി ചവിട്ടിക്കയറണമെങ്കിലും ഓരോ എക്സാം ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളെയും ഒരു പരീക്ഷയായി നിങ്ങൾ കാണണം, ഒരു എക്സാം. ഇതിന്റെ അവസാനം ഒരു
ഹല്ലേലൂയ. ഒരു പ്രമോഷൻ നിങ്ങൾക്കുണ്ട്. ഒരു സ്വർഗീയ ആനന്ദം ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ജീവിതത്തിലെ രോഗങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഈ കൊച്ചുങ്ങൾ എഴുതുന്ന പരീക്ഷ പോലെ നിങ്ങൾ കണ്ടാൽ മതി. ആ സമയത്തൊക്കെ നിങ്ങൾ വിശ്വാസത്തോടെ അഭയം പ്രാപിക്കണം. ഈ പൊന്നു തമ്പുരാന്റെ എഴുത്ത് ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 11 വാക്യം 4 ഇങ്ങനെ പറയുന്നു: വിശ്വാസം മൂലം ആബേൽ കായേലിനേക്കാൾ ശ്രേഷ്ഠമായ ബലി ദൈവത്തിന് സമർപ്പിച്ചു. അതിനാൽ അവൻ നീതിമാനായി അംഗീകരിക്കപ്പെട്ടു. അവൻ സമർപ്പിച്ച കാഴ്ചകളെ കുറിച്ച് ദൈവം തന്നെ സാക്ഷിയായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പാടി പറയും, ആബേലിൻ നിർമ്മലമായ അർപ്പണം പോലെ. ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ബലി അർപ്പിക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലല്ല ബലി അർപ്പിക്കണ്ടേ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ. ഈ ബലിയെ കുറിച്ച് പറയുമ്പോൾ, ആബേലിന്റെ ബലിയെ കുറിച്ച് പറയണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ വേണം. എന്നാലും ഞാനത് പെട്ടെന്ന് പറയുകയാണ്. ആദത്തിന്റെയും ഹവ്വായുടെയും പാപത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം. അവർ പാപം ചെയ്തു കഴിഞ്ഞപ്പോ, ദൈവത്തിന്റെ സ്വരം കേട്ട് കഴിഞ്ഞപ്പോ, അവർ അത്തിയില പറിച്ച് നഗ്നത മറച്ചു. നിങ്ങൾക്കറിയാം, അത്തിയില വെയിൽ കൊണ്ടാൽ ഉണങ്ങിപ്പോകും. ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ അവരുടെ നഗ്നത പ്രകടമാകും. ചില ആൾക്കാരുണ്ട്, സ്വന്തം പാപം സ്വന്തം ബുദ്ധിയും ശക്തിയും കൊണ്ട് മറക്കാൻ നോക്കും. പ്രിയപ്പെട്ടവരെ, ആദത്തിന്റെയും ഹവ്വായുടെ അവസ്ഥയാകും. നിങ്ങളുടെ പാപം എല്ലാവരും അറിയും. എന്നാൽ നോക്കണം, ദൈവം ചെയ്തതെന്താ? രക്തം ചീന്താതെ പാപമോചനമില്ല. അതിന് ആദത്തിനും ഹവ്വായ്ക്കും വേണ്ടി ദൈവം ഒരു മൃഗത്തെ കൊന്നു. ആ മൃഗത്തിന്റെ തോല് കൊണ്ട് അവർക്ക് വസ്ത്രമുണ്ടാക്കി കൊടുത്തു. ഹല്ലേലൂയ. ഇവർക്കറിയാം എങ്ങനെയാണ് ബലിയർപ്പിക്കേണ്ടത്. ആദവും ഹവ്വായും തന്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ടാകും, മോനെ, മൃഗബലിയാണ് പാപപരിഹാര ബലി. കായേനോട് ആബേലിനോട് ദൈവം പറഞ്ഞു. പക്ഷെ കായേൻ കൃഷിക്കാരനാ. അവൻ ഇങ്ങനെ ചിന്തിച്ചു, എന്റെ കൃഷിയിടത്തിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് ബലിയർപ്പിക്കും, അതൊക്കെ കൊണ്ട് ദൈവം തൃപ്തിപ്പെട്ടാൽ മതി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആബേൽ അങ്ങനെയല്ല. അവൻ കൊഴുത്ത ആട്ടിൻകുട്ടിയെടുത്തു. അതിന്റെ ഏറ്റവും നല്ല ഭാഗം ദൈവത്തിന് കാഴ്ചയർപ്പിച്ചു. അതുകൊണ്ടാണ് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ബലിയർപ്പിച്ചപ്പം ദൈവം അവന്റെ ബലിയിൽ സംപ്രീതനായി. ഉൽപ്പത്തിയുടെ പുസ്തകം അധ്യായം 4 വാക്യം 6 മുതൽ ഇങ്ങനെ പറയുകയാണ്: കർത്താവ് കായനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? ഹല്ലേലൂയ. നമ്മളൊക്കെ പറയാറുണ്ട്, അവന് ധ്യാനം കൂടി അനുഗ്രഹം കിട്ടി, എനിക്ക് ധ്യാനം കൂടിയിട്ട് അനുഗ്രഹമൊന്നും കിട്ടിയില്ല. അതിനുള്ള ഒരു ഉത്തരമാണിത്. ഇവിടെ എന്നിട്ട് പറയുകയാണ്, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? ഹല്ലേലൂയ. ശരീരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഉചിതമായ രീതിയിൽ പ്രവർത്തിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുമ്പോ ഞാനും നിങ്ങളും ദൈവത്തിന് സ്വീകാര്യനായിട്ടുമാ. ഞാനും നിങ്ങളും ദൈവത്തിന് സ്വീകാര്യനായിട്ടുമാ. അപ്പൊ നിങ്ങൾ ഇന്നു മുതൽ മനസ്സിലാക്കണം, ദൈവത്തിന് സ്വീകാര്യമായ രീതിയിൽ ജീവിക്കാൻ നമുക്ക് പറ്റണം. അല്ലാതെ ഞാൻ ഇങ്ങനെയും ജീവിക്കൂ, വേണമെങ്കിൽ ദൈവം സ്വീകരിച്ചാൽ മതി എന്ന് പറയരുത്. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുകയാണ്, നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം നിന്റെ പടിവാതിക്കൽ തന്നെ ഇരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, അതിനെ നീ കീഴടക്കണം. ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയ്ക്കൊക്കെ വരുമ്പോ എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നേരത്തെ തന്നെ വന്ന് ടോയ്ലറ്റിലൊക്കെ പോകാനുള്ളവർ പോവുക, വെള്ളമൊക്കെ കുടിക്കാനുള്ളവർ കുടിക്കുക. അതിനുശേഷം ദേവാലയത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഈ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ പോകരുത്. ഹല്ലേലൂയ. തമ്പുരാന്റെ മുമ്പിലിരിക്കണം. ചില ആൾക്ക് പള്ളിയിലൊക്കെ ചെന്നാൽ വിഷമം ഉണ്ടാകുന്ന കാണാൻ പറ്റും. കുർബാനയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആ പുറത്ത്
പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോട് ഈ ബലിയർപ്പിക്കാം. അവരെ റോഡിലേക്ക് നോക്കിയിരുന്ന് എന്ത് ഒരുമയായി ഈ വൈദികനുമായിട്ടുള്ളത്? ഒന്നുമില്ല, ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഇതിന് വലിയ വില നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നീ ബലിയർപ്പിക്കാൻ വരുന്നുണ്ടെങ്കിൽ ദൈവത്തിന് സ്വീകാര്യമായ രീതിയിൽ ബലിയർപ്പിക്കാനായിട്ട് സാധിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോഴാണ് നമ്മൾ അനുഗ്രഹം പ്രാപിക്കുക. ചില ആൾക്കാർ കാണാൻ പറ്റും, പള്ളി വരും, കുഞ്ഞിനെ കളിപ്പിക്കുക. കൊച്ചിന് ഒരു 2 കിലോ ബിസ്ക്കറ്റ്, 2-3 ലിറ്റർ പാല്, ഇതൊക്കെ ആയിട്ടാണ് പള്ളിയിലേക്ക് വരുന്നത്. എന്നിട്ട് ഈ ഗ്രൗണ്ടിൽ കൂടെ കിടന്ന് കളിപ്പിക്കുക. എന്നാൽ ഒരു സീരിയൽ കാണുന്ന സമയത്ത് ഈ കൊച്ചു വന്നേക്ക് അമ്മയെ വിശക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ഒരൊറ്റ പോയി ഞാൻ കണ്ടേക്കുന്നത്. കൊച്ചിനറിയാം അമ്മ സീരിയലിൻ്റെ അകത്താണ്, അതുകൊണ്ട് ഇപ്പൊ പോയ ഉള്ള വിശപ്പ് അതോടെ തീരും, അതോടെ തീരും. അതുകൊണ്ട് കൊച്ചാ സമയത്ത് പോവില്ലേ? പിള്ളേർ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ കാണണം, അവിടെ തോണ്ടി ഇവിടെ തോണ്ടി. എൻ്റെ പൊന്നു മക്കളെ, ദേവാലയത്തിന്റെ അകത്ത് വിശുദ്ധിയോടെ ഇരിക്കാൻ പഠിക്കണം. കാരണം നിന്നെ ഇവിടെ നിന്ന് നോക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് പള്ളിയിൽ അച്ഛനെ പറ്റിക്കാം, ജനിപ്പിച്ച അപ്പനെ അമ്മേനെ പറ്റിക്കാം, പക്ഷെ ദൈവത്തെ പറ്റിക്കാമെന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. എന്റെ ഇത്രയും പ്രായത്തിൽ ഞാൻ കണ്ടതാ. ഒരുപാട് പേര് എന്നോട് വാദിച്ചിട്ടുണ്ട്, നീ ഏതെങ്കിലും കത്തനാരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടാടാ നീ ഇങ്ങനെ പ്രസംഗിക്കുന്നേ. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു കത്തനാരുടെയും കാശ് വേണ്ട. പക്ഷെ ഞാൻ തൊട്ടത്, ഞാൻ രുചിച്ചത്, ഞാൻ അനുഭവിച്ചത്, ഞാൻ കണ്ട എന്റെ യേശുവിനെ ഞാൻ പ്രസംഗിക്കും. എന്റെ അനുഭവം എനിക്ക് പറഞ്ഞേ മതിയാകൂ. എനിക്ക് യേശുവിനെ കുറിച്ച് മാത്രമേ പറയാൻ അറിയൂ. എൻ്റെ വ്യക്തി ജീവിതം മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, കർത്താവിനെതിരെ പ്രവർത്തിക്കരുത്. ദൈവം വെറുതെ വിടുകയില്ല. സാവൂളിനോട് കർത്താവ് പറഞ്ഞു, സാവൂൾ, നീ ഇരുമ്പാണിയെ തൊഴിക്കരുത്. മനസ്സിലായില്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് ഒരു ആണി എടുത്തിട്ട് ഒരു പലകയിൽ അടിച്ചുറപ്പിക്കുക. എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഒറ്റ തൊഴിയെന്ന് തൊഴിക്കുക. അപ്പോൾ അറിയാം അതിൻ്റെ അർത്ഥം എന്നാന്ന്. അല്ല, ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആ മതിലിന് 2 പില്ലർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാലുമടക്കി ഒരു ഒറ്റ അടിക്കാൻ വെച്ചു കൊടുക്കുക പില്ലറിന്. അപ്പൊ അറിയാം പില്ലറിനാണോ കുഴപ്പമുണ്ടാകുന്നത്, നിനക്ക് കാലിനാണോ എന്ന്. ഞാൻ പറയുക, സാവൂളിനോട് കർത്താവ് പറഞ്ഞു, മോനെ, ഇരുമ്പാണിയെ തൊഴിക്കരുത്. നിങ്ങളോട് ഞാൻ പറയുന്നു, കർത്താവിനെതിരെ പ്രവർത്തിക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ, ഉണർവോടെ പറ ഹല്ലേലൂയ. കാരണം ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന്. ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവണമെന്ന്. ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മക്കൾ സമൃദ്ധി കൊണ്ട് നിറയണം, നശിച്ചു പോകരുത് എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഉണർവോടെ പറ ഹല്ലേലൂയ. ആബേൽ ദൈവത്തെ അത്രമാത്രം സ്നേഹിച്ചപ്പോൾ അവൻ ദൈവം തന്റെ മാതാപിതാക്കളിലൂടെ പറഞ്ഞു കൊടുത്ത അതേ രീതിയിൽ അവൻ തമ്പുരാന് ബലിയർപ്പിച്ചപ്പം ദൈവം സ്വർഗം തുറന്ന് അവന്റെ ബലിയിൽ സംപ്രീതനായി. ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകം അധ്യായം 5 വാക്യം 23 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഹെനോക്ക് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ 365 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച ഹെനോക്ക് ഈ 365 വർഷക്കാലവും അവനവന്റെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം സംരക്ഷിച്ചു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം അവനെ ഈ ഭൂമിയിൽ അഴുകാൻ വിട്ടില്ല. ദൈവം അവനെ സ്വർഗത്തിലേക്ക് ഉയർത്തി. പിന്നെ ആരും ഹെനോക്കിനെ കണ്ടിട്ടില്ല. നമ്മളിവിടെ വിശുദ്ധന്മാരുടെ തിരുനാളുകൾ ആഘോഷിക്കും, ഭയങ്കര ആഘോഷ. ചെണ്ട കൊട്ടും മറിച്ചിലും സദ്യയും ഒന്നും വേണ്ട. വർണ്ണ കടലാസുകളൊക്കെ ഒട്ടിക്കും, മിന്നിമറയുന്ന ലൈറ്റുകളിടും. ഞാൻ നിങ്ങളോട് പറയും,
പറയുക, വിശുദ്ധ കൊച്ചു ത്രസ്യയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എന്നെ പോലെ നിങ്ങളെ പോലെ ഒരു സാധാരണ കുടുംബത്തിൽ മജ്ജയും മാംസവുമുള്ള ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും ജനിച്ച ഒരു സാധാ പെൺകുട്ടി അവൾ എങ്ങനെ വിശുദ്ധയായി മാറി എന്നുള്ളതൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധരുടെ വിശേഷിപ്പുകളെ തൊട്ടുമുത്താനൊക്കെ എളുപ്പമാണ് പ്രിയപ്പെട്ടവരെ. വിശുദ്ധനാകുക, വിശുദ്ധയാകുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഹല്ലേലൂയ. അത് കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലെങ്കിലും ഒക്കെ വിശുദ്ധനാകാം, വിശുദ്ധയാകാം. പ്രൈസ് ദി ലോർഡ്. ശരിയായി പറ ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം സംരക്ഷിക്കാൻ നമുക്ക് പറ്റണം. വിശ്വാസം സംരക്ഷിക്കാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ. അല്ലാതെ വിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുകയല്ല. തമ്പുരാനിൽ അഭയം പ്രാപിച്ച് മറ്റുള്ളവർക്ക് ഒരു റോൾ മോഡലായി മാറാൻ നമുക്ക് പറ്റണം. ഇത്രമാത്രം ശക്തനായ ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവം ഉണ്ടായിട്ടും നമ്മളൊക്കെ ആകുലതയിലും ഉത്കണ്ഠയിലും നിരാശയിലും ആണ് കഴിയുന്നതെങ്കിൽ വിജാതീയ മക്കളുടെ അവസ്ഥ നിങ്ങളൊന്ന് ഓർത്തു നോക്ക്. ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ചില മനുഷ്യരെ കാണാൻ സാധിക്കും, ഇട്ടുമൂടാൻ സമ്പത്തുണ്ട്, എന്തു വേണേലും മേടിച്ച് കഴിക്കാം. അവനോട് പറയാം, ദേ ലഡുവാ കഴിച്ചേ. അപ്പൊ പറയും വേണ്ട, ഷുഗറാ. ആ എന്നാ ഇച്ചിരി പോത്തിറക്കി വെച്ചിട്ടുണ്ട്, കഴിക്കേ. വേണ്ട, കൊളസ്ട്രോളാ. ഒരു നല്ല സോപ്പ് പോലും ഇട്ട് കുളിക്കാൻ പറ്റത്തില്ല. സോപ്പ് തേച്ചാൽ ചൊറിച്ചില്ല. ഇല്ലാഞ്ഞിട്ടല്ല, എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നും ഉപയോഗിക്കാനുള്ള യോഗമില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. ക്രിസ്ത്യാനി അങ്ങനെ ആകരുത് പ്രിയപ്പെട്ടവരെ. ദൈവം എനിക്കും നിങ്ങൾക്കും സജ്ജമാക്കിയിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും സ്വന്തമാക്കിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് പറ്റണം. എബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 11 വാക്യം 7 കർത്താവ് ഇങ്ങനെ പറയുന്നു, വിശ്വാസം മൂലമാണ് നോഹ അന്നുവരെ കാണപ്പെടാതിരുന്നവയെ പറ്റി ദൈവം മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ പെട്ടകം നിർമ്മിച്ചു, തന്റെ വീട്ടുകാരുടെ രക്ഷയ്ക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില മനുഷ്യനുണ്ട്, കണ്ടേ ഞാൻ വിശ്വസിക്കൂ. ഞാൻ നിങ്ങളോട് പറയാ, കണ്ടേ വിശ്വസിക്കൂ എന്ന് നീ വാശി പിടിച്ചാൽ നീ കൊണ്ട് നശിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ടേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ നീ കൊണ്ട് നശിക്കും. നോഹയോട് ദൈവം പറഞ്ഞു, മോനെ നീ പെട്ടകം ഉണ്ടാക്കിയ ഗോഫർ മരം കൊണ്ട്. അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോഹയോട് ദൈവം പറഞ്ഞു. നോഹ ദൈവം പറഞ്ഞത് അതുപോലെ അനുസരിച്ചു. അവന്റെ ഭാര്യയോട് പറഞ്ഞു, അവന്റെ മക്കളോട് പറഞ്ഞു, അവന്റെ മരുമക്കളോട് പറഞ്ഞു. എല്ലാവരും ചേർന്ന് പെട്ടകമുണ്ടായപ്പോ അവന്റെ സമീപവാസികൾ മുഴുവൻ അവനെ പരിഹസിച്ചു, നിന്ദിച്ചു, കുറ്റപ്പെടുത്തി. നോഹ അതൊന്നും കേൾക്കാൻ പോയില്ല. അവൻ പെട്ടകമുണ്ടാക്കി. ദൈവം പറഞ്ഞതുപോലെ തന്നെ അവൻ ചെയ്തു. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിന്റെ 13 പേരുടെ തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ദൈവം പറഞ്ഞതുപോലെ നോഹ ചെയ്തു കഴിഞ്ഞപ്പോൾ അവനും അവന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ പ്രവർത്തിച്ചു. എല്ലാം പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോ ഒരു ജലപ്രളയമുണ്ടായി. നോഹയും അവന്റെ ഭാര്യയും അവന്റെ മക്കളും അവന്റെ മരുമക്കളും അവനോട് കൂടെ ഉണ്ടായിരുന്ന പക്ഷിമൃഗാദികളും രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വാക്കുകൾ നിങ്ങൾ അവഗണിക്കരുത്. ഇന്ന് ഭരണികുളങ്ങര അച്ഛൻ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഏതോ ഒരു ജ്ഞാനഗുരുവിന് ദൈവം ഒരു വെളിപ്പെടുത്തലുകൾ നൽകി, വരും കാലം കഷ്ടതയുടെ കാലഘട്ടമാണ്. നിങ്ങളുടെ മക്കളെ ഓർത്ത് ഒരു പക്ഷേ നിങ്ങൾ കേൾക്കുന്ന അവസാനത്തെ ദൈവവചന പ്രഘോഷണമായിരിക്കാം ഇപ്പോൾ എൻ്റെ അധരത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയൊരു അവസരം ദൈവം ചിലപ്പോൾ നിങ്ങൾക്ക് തരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. കൊറോണ എന്ന് പറയുന്ന ഒരു ചെറിയ ബാക്ടീരിയ മുഖാന്തരം സ്വന്തം പിതാവിനെ ഒന്ന് അടുത്ത് കാണാൻ പറ്റാത്ത
കുടുംബത്തിന് വേണ്ടി വിദേശത്ത് പോയി അധ്വാനിച്ച ആ പാവപ്പെട്ട മനുഷ്യർ വീട്ടിലുള്ളവരെ പോലും കാണാൻ പറ്റാതെ ആ വിദേശ മണ്ണിൽ ഒരു അനാഥനെ പോലെ അടക്കം ചെയ്യപ്പെട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അടുത്തതൊരു പക്ഷെ ഞാനോ നിങ്ങളോ ആയിരിക്കും. പെറ്റമ്മ അടുത്തില്ലെങ്കിലും, ജനിപ്പിച്ച മക്കൾ കൂടെ ഇല്ലെങ്കിലും, സ്വീകരിച്ച ജീവിത പങ്കാളി അടുത്തില്ലെങ്കിലും, പുരോഹിതന്മാർ കർമ്മം ചെയ്തില്ലെങ്കിലും, ദൈവം നിന്റെ കൂടെ ഉണ്ടായെങ്കിൽ നീ ഉയർക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. സ്വരയർത്തി പറ ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ ഒന്ന് തൊട്ടോണ്ട് പറ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള കാലഘട്ടം ദൈവത്തോട് ചേർന്ന് ജീവിക്കേണ്ട കാലഘട്ടമാണ്. ദൈവത്തോട് ചേർന്ന് ചിന്തിക്കേണ്ട കാലഘട്ടമാണ്. ദൈവത്തിൽ വേരൂന്നി വളരേണ്ട കാലഘട്ടമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പണ്ടൊക്കെ കുഞ്ഞുങ്ങളോട് പറയും, മോനെ നന്നായി പഠിക്കണം, വിദേശത്ത് പോകണം, കാശുണ്ടാക്കണം, വലിയ വീട് പണിയണം. പക്ഷെ ഇന്ന് കുഞ്ഞുങ്ങളോട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. മോനെ നന്നായി പഠിക്കണം, വിദേശത്ത് പോകണം, കാശുണ്ടാക്കണം, വലിയ വീട് മേടിക്കണം എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ കൊച്ച് എത്രത്തോളം വളരും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഒരു വീട് വെക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഇനി പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുക, കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, മോനെ ജീവിക്കുന്നത് 1 മണിക്കൂറേ ഉള്ളൂ എങ്കിലും അത് ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ പറ്റണം. ജീവിക്കുന്നത് 1 മണിക്കൂറേ ഉള്ളൂ എങ്കിലും അത് ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ പറ്റണം. ഹല്ലേലൂയ. ഉണർവോടെ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. അപ്പം നോക്കിയോട് ദൈവം പെട്ടകം പണിയാൻ പറഞ്ഞപ്പോ ഭയഭക്തിയോടെ ദൈവം പറഞ്ഞതുപോലെ തന്നെ നോഹ ചെയ്തു. അത് അവനും അവന്റെ കുടുംബത്തിനും അത് വലിയ ഒരു അനുഗ്രഹമായി മാറി. അത് വലിയൊരു അനുഗ്രഹമായി മാറി. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന തിരുവചനങ്ങൾ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, അത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തി കൊണ്ടു നടക്കുമ്പോൾ മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവരെ, അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹമായിട്ടത് മാറും. വലിയൊരു അനുഗ്രഹമായിട്ട് അത് മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം ഞാനും ബഹുമാനപ്പെട്ട പീറ്റർസനും കൂടെ മംഗലാപുരത്ത് യാക്കോബ സഭയിൽ ഒരു ധ്യാനം നടത്താനായിട്ട് പോയി. അവിടെ ധ്യാനം നടത്തി കഴിഞ്ഞപ്പോൾ അവിടുത്തെ പള്ളിയിലെ അച്ഛൻ്റെ വീട്ടിൽ ഞങ്ങൾ വന്നു. അപ്പം ഒരു കൊച്ചു വീടാണ്, ഒരു വാടക വീടാണ്. യാക്കോബ സഭയിലെ അച്ഛന് വിവാഹം കഴിക്കാം, അത് നിങ്ങൾക്കറിയാം. ഞാൻ ആ വീട്ടിൽ വന്ന് അച്ഛൻ പറഞ്ഞു, പ്രാർത്ഥിക്കുക ബ്രദറെ. അപ്പം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒക്കെ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം കർത്താവ് എന്നോട് പറഞ്ഞു, ഈ കുടുംബം വളരെയധികം കഷ്ടത അനുഭവിക്കുന്നു, വലിയ ദാരിദ്ര്യം അനുഭവിക്കുന്നു. നീ അവരുടെ ദാരിദ്ര്യം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അച്ഛനുള്ളത് കാരണം ഞാൻ അവരോട് വലിയ സംസാരിച്ചില്ല. ഞങ്ങൾ തിരിച്ച് ട്രെയിനിന് നാട്ടിൽ പോന്നു. എൻ്റെ വലിയ പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസമായപ്പം ഈ യാക്കോബായ അച്ഛൻ എന്നെ വിളിച്ചു. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഒരുപാട് കഷ്ടപ്പാടുണ്ടല്ലേ? അവ പറഞ്ഞു, ഉണ്ട് ബ്രദറെ. യാക്കോബായ അച്ഛൻ്റെ ഭാര്യനെ വിളിക്കുന്നത് അമ്മായി എന്നാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, അമ്മായി നേഴ്സാണ്, വലിയ ശമ്പളമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, അച്ഛാ ദൈവം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അമ്മായി വിദേശത്ത് പോകും. അപ്പം അച്ഛൻ പറഞ്ഞു, ആര് കൊണ്ടുപോകാനോ ബ്രദറെ, അതിനൊക്കെ മുടക്കാനുള്ള കാശൊക്കെ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ഞാൻ പറഞ്ഞു, അത് പോവും, അതിനപ്പുറത്തൊക്കൊന്നുമില്ല. പ്രാർത്ഥിക്കേണ്ട രീതി പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് അച്ഛനും അമ്മായിയും കൂടെ കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന ധ്യാനത്തിലേക്ക് വന്നു. ആ ധ്യാനം അറ്റൻഡ് ചെയ്തു. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഇപ്പൊ അമ്മായി കുവൈറ്റിലാണ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പോഴേക്കും ആ അച്ഛൻ മുഖാന്തരം കർണാടകത്തിൽ ധാരാളം പള്ളികളിൽ ഞാൻ ധ്യാനിപ്പിച്ചു. ഞാൻ എല്ലാവരോടും പറയുന്നത് ഇതാ, നിനക്കൊരു വേദന വരുമ്പോൾ നീ എൻ്റെ അടുത്തേക്കല്ല വരണ്ടേ, മറിച്ച് ഞാൻ ആരെ കുറിച്ചാണോ പ്രസംഗിക്കുന്നത് നിങ്ങൾ അവൻ്റെ അടുത്തേക്ക് പോകണം. കേരളത്തിലെ അത്ഭുത പ്രവർത്തകരായ ധ്യാനഗുരുക്കന്മാരുടെ പുറകെ നിങ്ങൾ പോയിട്ട്, എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഈ കൊറോണ കാലത്ത് നിങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടായി എന്നാ ഞാൻ നിങ്ങളോട് പറയാ. ഈ ധ്യാനഗുരുക്കന്മാരുടെ
മനുഷ്യനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർണാടകത്തിൽ ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കുന്ന സമയത്ത് ഈ അച്ഛനോട് പറഞ്ഞു, ഈ യാക്കോബ അച്ഛനോട് പറഞ്ഞു, ബ്രദറെ, കുറെ നാളായി കൂലിപ്പണി എടുത്തോണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അയാൾക്കിപ്പം നടക്കാനൊന്നും വയ്യ, കിടപ്പാണ്. ബ്രദറെ, ഒന്ന് പോയി പ്രാർത്ഥിക്കാമോ? ഞാനപ്പോൾ അതിനോട് പറഞ്ഞു, അതിനെന്നാച്ചാ പോയേക്കാന്നോ. അങ്ങനെ നേരെ ആ വീട്ടിൽ ചെന്നു. ചെല്ലുമ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി ചേട്ടാ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ ചേട്ടൻ ഒറ്റക്കരച്ചില്. ആ വീടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കായാലും സങ്കടമാവും. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് കരഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെ സഹായിക്കാൻ എൻ്റെ കയ്യിൽ സമ്പത്തില്ല, എനിക്കാകെ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നതാണ്. എന്നിട്ട് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ, കർത്താവിനെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ വീടിന്റെ പ്രധാന വാതിക്കലിൽ യേശുവിന്റെ ഒരു തിരുഹൃദയത്തിന്റെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ആ ഫോട്ടോയുടെ അടുത്ത് വരുന്ന നടന്നു വരാമോ, ആ തിരുഹൃദയത്തിലേക്കൊന്ന് നോക്കാമോ? ചേട്ടൻ പറഞ്ഞു, അതേ, ആ കസേര കണ്ടു. ഞാൻ ആ കസേരയിൽ ഇരുന്നാണ് എൻ്റെ ഭാര്യയും മകളും കൂടെ രണ്ട് കൈയിലും പൊക്കിയെടുത്ത കസേരയിലിരുത്തും. എന്നിട്ടാണ് മൂത്രമൊഴിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എനിക്ക് സ്വയമേവ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ തിരുഹൃദയത്തിന്റെ ഫോട്ടോയുടെ അടുത്ത് പോയി നിന്നു. ഞാൻ ആ ചേട്ടൻ കട്ടിലേ കിടക്കുക. ചേട്ടനോട് പറഞ്ഞു, എന്നെ നോക്കുക. ഞാൻ പറഞ്ഞു, യേശു നിന്നെ സുഖപ്പെടുത്തും. നീ ആഗ്രഹിച്ചാൽ ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടത്തും. അപ്പൊ ഈ ചേട്ടൻ എന്നെ തന്നെ നോക്കുക. ഞാൻ പറഞ്ഞു, എന്നെയല്ല നോക്കണ്ടേ, ഈ തിരുഹൃദയത്തിന്റെ ഫോട്ടോയിലേക്ക് നോക്കുക, ആ യേശുവിലേക്ക് മാത്രം നോക്കുക. ഞാൻ അദ്ദേഹത്തോട് അങ്ങോട്ട് നോക്കാൻ പറഞ്ഞിട്ട് ഈ മനുഷ്യനോട് ഞാൻ മോശയെ കുറിച്ചും പത്രോസിനെ കുറിച്ചും പൗലോസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ കട്ടിലയിൽ നിന്ന് ഈ മനുഷ്യൻ എൻ്റെ യേശുവേ എന്നൊരു വിളി വിളിച്ചിട്ട്, എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ആ കട്ടിലയിൽ നിന്ന് ഇറങ്ങി നടന്ന് ഈ തിരുഹൃദയത്തിന്റെ ഫോട്ടോയുടെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു, മുട്ടുകുത്തി ആരാധിക്ക്. മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എഴുന്നേക്കാൻ പറഞ്ഞു, എഴുന്നേറ്റു. തുള്ളിച്ചാടി കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയാൻ പറഞ്ഞു. അതിനുശേഷം ആ മനുഷ്യൻ പള്ളിയിലെ വൈകിട്ടത്തെ ധ്യാനത്തിന് നടന്ന് പള്ളിയിൽ വന്നു. ആ ജനം മുഴുവൻ അത്ഭുതത്തോടെ നോക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ എൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി, ബ്രദറെ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ടല്ല, ഞാൻ വിശ്വാസത്തിന്റെ വചനം ആ മനുഷ്യനോട് പറഞ്ഞു. അതവൻ സ്വീകരിച്ചു. അവന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ അവൻ കാശ് കൊടുത്ത് മേടിച്ച് അവൻ തൂക്കിയിട്ടിരിക്കുന്ന തിരുഹൃദയത്തിന്റെ ഫോട്ടോയിൽ നോക്കി അവൻ അവന്റെ വിശ്വാസം പ്രഖ്യാപിച്ചു പ്രാർത്ഥിച്ചപ്പോ അത്ഭുതം അവിടെ സംഭവിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ തോളെ തട്ടിയിട്ട് ചോദിച്ചു, ചേട്ടാ, എത്രയോ വർഷമായി നിങ്ങൾ ഈ കിടപ്പ് കിടക്കുന്നു, എത്രയോ വർഷമായി ഈ തിരുഹൃദയത്തിന്റെ ഫോട്ടോ അവിടെ ഇരിക്കുന്നു, ഈ ബൈബിൾ എടുത്തു വെച്ചിട്ട് നിങ്ങളുടെ വിശ്വാസം ഒന്ന് പ്രഖ്യാപിച്ചാൽ തീരാവുന്ന കിടപ്പല്ലായിരുന്നോ ഇത്? നിങ്ങളുടെയൊക്കെ വീട്ടിൽ ക്രൂശിത രൂപവും തിരുഹൃദയത്തിന്റെ രൂപവും തിരുക്കുടുംബത്തിന്റെ രൂപവും ഒക്കെ നിങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കർത്താവിന്റെ പുരോഹിതൻ തനിക്ക് കിട്ടിയ അധികാരം ഉപയോഗിച്ച് വ്യഞ്ജനിച്ചു തന്ന ഫോട്ടോയുണ്ട്. അവത്തേലൊന്ന് മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ, സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഇതൊന്ന് പറയാൻ പഠിച്ചാൽ ഞാൻ പറയും, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. സ്വരയത്തി പറ ഹല്ലേലൂയ. കരങ്ങളടിച്ചത് കർത്താവിനെ നന്ദി പറഞ്ഞ പ്രിയപ്പെട്ടവരെ, ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, ഇന്നു മുതൽ നിങ്ങൾ വിശ്വസിക്കണം, എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിക്കും. ഇത്രയും കാലത്തെ വിശ്വാസം പോലെയല്ല, ആ വിശ്വാസം ഒന്ന് മാറ്റിപ്പിടിക്കണം പ്രിയപ്പെട്ടവർ, ഒന്ന് മാറ്റിപ്പിടിക്കണം. എങ്കിൽ മാത്രമേ അനുഗ്രഹം പ്രാപിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 11 വാക്യം 8, അവിടെ ഇങ്ങനെ പറയുക, വിശ്വാസം മൂലം അബ്രാഹാം തനിക്ക് അവകാശമായി ലഭിക്കുവാനുള്ള സ്ഥലത്തെ
എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത്. വിശ്വാസത്തോടെ അവൻ വാഗ്ദത്ത ഭൂമിയിൽ ഒരു വിദേശിയെ പോലെ അവൻ കഴിഞ്ഞു. ഹല്ലേലൂയ. ഭാര്യയോടും പരിചാരകരോടും ബന്ധുമിത്രാദികളോടും കൂടെ നല്ല സുഭിക്ഷമായി ഇഷ്ടംപോലെ ആടുമാടുകൾ, കഴുത, ഒട്ടകം, കന്നുകാലികളുമായി ഒരുപാട് കൃഷിസ്ഥലത്തിൽ സമൃദ്ധിയോടെ ജീവിക്കുന്ന സമയത്താണ് ദൈവമായ കർത്താവ് അബ്രാഹത്തോട് പറയുന്നത്, അബ്രാഹാം, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോകുക. അവിടെ വെച്ച് നിന്നെ ഞാൻ അനുഗ്രഹിക്കും. കർത്താവിനോട് അബ്രാഹാം ചോദിച്ചില്ല, ആ ദേശം എനിക്കൊന്ന് കാണിച്ചതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എൻ്റെ 20ാമത്തെ വയസ്സിൽ വിശുദ്ധ വേദ പുസ്തകമെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ സുവിശേഷം പ്രസംഗിച്ച് ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി യേശുവാണ് രക്ഷകൻ എന്ന് പ്രസംഗിച്ചപ്പോ എൻ്റെ ബന്ധുമിത്രാദികള് എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, അരഗതിയും പരഗതിയും കിട്ടാതെ നീ അലഞ്ഞു നടക്കേണ്ടി വരും. ഏത് ക്രിസ്ത്യാനി പുരോഹിതന്മാർ നിന്നെ സംരക്ഷിക്കുമെന്ന് എനിക്ക് കാണണം. ഞാൻ പറഞ്ഞ്, കത്തോലിക്ക പുരോഹിതന്മാരെ കണ്ടിട്ടല്ല ഞാൻ ബൈബിൾ കയ്യിലെടുത്തത്. ഈ ബൈബിളിൽ ഒരുവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, സർവശക്തനായ ദൈവത്തെ കുറിച്ച്. അതുകൊണ്ട് ആ ദൈവത്തിലാണ് എൻ്റെ പ്രത്യാശ. ആ ദൈവത്തിലാണ്. എൻ്റെ സഹോദരങ്ങൾ എന്നെ സൂക്ഷിച്ചു നോക്കി, ഇവൻ എവിടം വരെ പോകുമെന്നറിയാം. എൻ്റെ കൂടെ പഠിച്ചവർ ശ്രദ്ധാപൂർവം നോക്കി, ഇവൻ എത്ര കാലം പോകും. ഏറിയ 2-3 മാസം, അത് കഴിയുമ്പം തീരും. 3 മാസം കഴിഞ്ഞപ്പോൾ അവന് പറഞ്ഞു, എടാ ഇവന് പിടിച്ചു നിൽക്കുന്നുണ്ടല്ല. 3 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അവർക്കൊരു അത്ഭുതമായി മാറി. ഇപ്പൊ 33 വർഷമായി കുഴപ്പമില്ലാതെ പോകുന്നു. ഹല്ലേലൂയ. പറ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരാ, മറ്റുള്ളവരൊരു പക്ഷേ ഇങ്ങനെ നോക്കിയിരിക്കും. ഈ ചില ആൾക്കാർ ഇങ്ങനെ പറയും, ഞാൻ പാപിയും അയോഗ്യനുമാണ്, ഞാൻ കൊള്ളരുതാത്തവനാണ്. നിങ്ങൾ അത് പറയണ്ട കേട്ടോ. ഒരു മനുഷ്യൻ അവനെ തന്നെ കൊള്ളരുതാത്തവനാണെന്ന് പറയരുത്. നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് പറയാൻ ദൈവം നിങ്ങൾക്ക് കുറച്ച് ബന്ധുക്കളെ തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് അവര് പറഞ്ഞോളൂ. ഹല്ലേലൂയ. കുറച്ച് അയൽവക്കക്കാരും പറഞ്ഞിട്ടുണ്ട്, നീ ഒരു ഭാരമാണ്. നീ പറയരുത്. നീ എപ്പോഴും പറയണം, ഞാനൊരു ദൈവ പൈതലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അത്ര കുറഞ്ഞ പുള്ളിയൊന്നും അല്ല. ഇത് പറയാൻ നമുക്ക് പറ്റണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അബ്രാഹത്തോട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞപ്പം അബ്രാഹാം പറഞ്ഞില്ല, അവിടെ എന്തൊക്കെയുണ്ട്, എൻ്റെ ആടിനെയും കന്നുകാലിനെയും കഴുതനെയും ഒക്കെ കെട്ടാൻ തൊഴുത്തുണ്ടോ, ഇതിനുള്ള പുല്ല് അവിടെ ഉണ്ടോ, ഞങ്ങൾക്ക് താമസിക്കാൻ സ്ഥലമുണ്ടോ, ഒന്നും ചോദിച്ചില്ല. അങ്ങ് ഇറങ്ങി, അങ്ങ് പോയി. അവിടെ ചെന്നു കഴിഞ്ഞപ്പോ ദൈവമായ കർത്താവിന് അബ്രാഹത്തിന്റെ മേൽ വലിയ അനുഗ്രഹം ചൊരിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ നീ വേറൊന്നും നോക്കണ്ട. ബാക്കി ആര് നോക്കിക്കൊള്ളും? ആര് നോക്കിക്കൊള്ളും? ദൈവം നോക്കിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, നീ പിന്നെ ഒരു ഭിക്ഷുവിനെ പോലെ വല്ലോം തരണേ എന്നും പറഞ്ഞ് ഒരുത്തന്റെ നേരെ കൈ നീട്ടണ്ട. നീ കൈ നീട്ടേണ്ടത് തമ്പുരാന്റെ മുമ്പിൽ ഇരിക്കണം. ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തോട് പറയണം, ദൈവമേ അവിടുന്ന് എന്നെ സഹായിക്കണമേ, അവിടുന്ന് എന്നെ സഹായിക്കണമേ. ദൈവം സഹായിക്കുക തന്നെ ചെയ്യും. ഇനി നിങ്ങളൊന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അവിശ്വാസത്തിന് വലിയ ശക്തിയുണ്ട്. നിങ്ങളുടെ സകല അനുഗ്രഹങ്ങളെയും നശിപ്പിക്കുവാൻ തക്ക ശക്തി നിങ്ങളിൽ കുടികൊള്ളുന്ന സംശയത്തിനുണ്ട്. കാരണം മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, യേശുനാഥൻ ശിഷ്യന്മാർ വഞ്ചിയിൽ പോകുമ്പോ യേശു കരയിൽ നിന്ന് കടലിലൂടെ നടന്നു വരികയാണ്. രാത്രിയുടെ 4-ാം യാമത്തിൽ ദൂരെ ഒരു രൂപം വെള്ളത്തിന്റെ മുകളിലൂടെ വരുന്നു. പത്രോസും ബാക്കിയുള്ള ശിഷ്യന്മാരും ആ അരണ്ട വെളിച്ചത്തിൽ നോക്കിയപ്പോൾ
അവർക്ക് യേശുവിനെ തിരിച്ചറിയാൻ പറ്റിയില്ല. അവർ നിലവിളിച്ചു, ഇതാ ഭൂതം വരുന്നേ, ഇതാ ഭൂതം വരുന്നു. യേശു വിളിച്ചു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇത് ഞാനാ. പത്രോസ് വഞ്ചിയിൽ നിന്ന് പത്രോസ് വിളിച്ചു പറയുക യേശുവിനോട്, ഇത് കർത്താവേ അങ്ങാണെങ്കിൽ എന്നോട് അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. വെള്ളത്തിന്റെ മുകളിൽ നിൽക്കുന്ന യേശു വള്ളത്തിലിരിക്കുന്ന പത്രോസിനോട് പറഞ്ഞു, വരൂ. പിന്നെ പത്രോസ് ഒന്നും മടിച്ചില്ല, വള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് കാലുവെച്ചു. അവൻ ഓരോ അടി മുമ്പോട്ട് വെച്ചപ്പോഴും, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൊന്നുതമ്പുരാൻ പത്രോസിന്റെ കാല് താങ്ങു പോകാതിരിക്കാൻ അവന്റെ കാല് പതിഞ്ഞ വെള്ളത്തെ പാറ പോലെ ഉറപ്പിച്ചു, പാറ പോലെ ഉറപ്പിച്ചു. അവൻ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്ന് യേശുവിന്റെ അടുത്തെത്തിയപ്പോഴേക്കും കാറ്റ് ശക്തിയായി വീശി. യേശുവാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ നിൽക്കുന്നത് എവിടാണെന്ന് അവൻ നോക്കിയപ്പം വള്ളത്തിലല്ല, വെള്ളത്തിലാ. അവൻ നിലവിളിച്ചു. ബൈബിൾ പറയുന്നു, അവൻ അപ്പോൾ മുങ്ങിത്താഴാൻ തുടങ്ങി. യേശു കൈ നീട്ടി അവന്റെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, അല്പവിശ്വാസി, നീ സംശയിച്ചത് എന്തിന്? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ കണ്ടു നീ ഇറങ്ങിക്കഴിഞ്ഞാൽ കാറ്റ് വീശും, തിരമാല ആഞ്ഞടിക്കും, പക്ഷേ നീ സംശയിക്കരുത്. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. കുടുംബജീവിതം പരാജയപ്പെടുന്നത്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധിയിൽ യേശു ഇല്ലാത്തത് കൊണ്ടാണ്. യേശു ഇല്ലാത്തത് കൊണ്ടാണ്. യേശുവിനെ ഒന്ന് മുറുകെ പിടിക്കുക. നിങ്ങളുടെ ജീവിതം വിജയീകരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ശക്തിയോടെ കരങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉണർവോടെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 13 വാക്യം 7 ഇങ്ങനെ പറയുന്നു, നിങ്ങളോട് വചനം പ്രസംഗിച്ച നിങ്ങളുടെ നേതാക്കന്മാരെ ഓർക്കുക. നിങ്ങളോട് വചനം പ്രസംഗിച്ച നിങ്ങളുടെ നേതാക്കന്മാരെ ഓർക്കുക. അവരുടെ ജീവിതചര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവിൻ. ഹല്ലേലൂയ. മോശ, നമ്മളൊക്കെ പറയും അബ്രാഹത്തിന്റെ സന്തതികളാണ് നമ്മളെന്ന്. വിശ്വാസികളുടെ പിതാവാണ് അബ്രാഹം, അബ്രാഹത്തിന്റെ സന്തതികൾ. ഞാൻ നിങ്ങളോട് പറയും, ആ അബ്രാഹത്തിന്റെ ജീവചര്യ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ദൈവം പോകാൻ പറഞ്ഞു, അബ്രാഹം പോയി. അബ്രാഹത്തെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ സാറായി പ്രസവിക്കും, അവനിലൂടെ ഞാൻ ഒരു ജനതയെ സൃഷ്ടിക്കും. അബ്രാഹം പറഞ്ഞു, താങ്ക് യു. ഇത് കേട്ടപ്പോ സാറ ചിരിച്ചു എന്നാ പറയുന്നത്. സാറ ചിരിച്ചു. സാറയ്ക്ക് 190 വയസ്സുണ്ട്. ഇവിടെ 60 വയസ്സ് കഴിയുമ്പോൾ തന്നെ വളഞ്ഞു കുത്തിയിരിക്കുന്നത്. അപ്പൊ 90 എത്തിയ സാറയുടെ ഗതി എന്നോർത്തോക്ക്. സാറ മൊത്തം നോക്കിയപ്പോൾ റബ്ബർ ബാൻഡ് വലിയുന്നത് പോലത്തെ തൊലി. ഇനി ഇതിൻ്റെ അകത്ത് ഗർഭോപണം ധരിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും? സാറ പറഞ്ഞു, തെറ്റിപ്പോയി കർത്താവേ, നടക്കുന്നു. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സാറായി കോക്കാനും തുടങ്ങി. ഹല്ലേലൂയ. അപ്പൊ അബ്രാഹം ചോദിച്ചു കാണും, എങ്ങനെ ഉണ്ടടി ചിരിച്ചിട്ടെന്ന്? ഹല്ലേലൂയ. എങ്ങനെ ഉണ്ടടി ചിരിച്ചിട്ട്? സാറ പ്രസവിച്ചു. വാർദ്ധക്യത്തിൽ ആ കൊച്ചു വളർന്നു വന്നപ്പം ദൈവം വീണ്ടും അബ്രാഹത്തിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അബ്രാഹം, ഞാൻ കാണിച്ചു തരുന്ന മോറിയ ദേശത്ത് ആ മലയുടെ മുകളിൽ കൊണ്ടുപോകണം. ഞാൻ നിനക്ക് തന്ന ഈ കുഞ്ഞിനെ ഒരു ബലിപീഠമുണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ട് കഴുത്തറുത്ത് എനിക്ക് ബലിയായിട്ട് നൽകണം. മോശ അബ്രാഹം പറഞ്ഞു, ഉവ്വ കർത്താവേ. പിറ്റേ ദിവസം രാവിലെ കഴുതയെ ഒരുക്കി വിറകെല്ലാം വെച്ച് കെട്ടി ഒരു പന്തം ഉണ്ടാക്കി ചെറുക്കന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, നമുക്കൊരു യാത്ര പോകാം. ഭാര്യയോട് പറഞ്ഞില്ല.
അവൻ നടന്നു. ദൈവം കാണിച്ചു കൊടുത്ത മലയുടെ മുകളിൽ അവൻ ബലിപീഠം പണിതു. ഈ മകൻ അപ്പനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പാ, വിറക് നമ്മുടെ കയ്യിലുണ്ട്, തീയും നമ്മുടെ കയ്യിലുണ്ട്, ബലിമൃഗം എവിടെയാണ്? മോനെ, നീയാണോ ബലിമൃഗം എന്ന് പറയാൻ പറ്റാതെ അബ്രാഹാം വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായി അബ്രാഹാം പറഞ്ഞു, ദൈവം വാ. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ആ ദൈവം പറയാ, അബ്രാഹാം പറയാ, ഹൃദയം തകരുന്ന വേദനയുണ്ട്. ദൈവം അബ്രാഹത്തോട് പറഞ്ഞത് മകനെ ബലിയർപ്പിക്കാനാണ്. അബ്രാഹാം മകനോട് പറഞ്ഞത് ദൈവം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ആ മകനെ പിടിച്ച് ആ ബലിപീഠത്തിന്റെ മുകളിലേക്ക് കിടത്തി. അവന്റെ കൈകളും കാലുകളും ബന്ധിച്ചു. നിങ്ങളതൊന്ന് ഭാവനയെ കാണണം പ്രിയപ്പെട്ടവരെ. കത്തി കയ്യിലെടുത്തു. മരിച്ചാലും മരിച്ചവരിൽ നിന്നും മനുഷ്യനെ ഉയർപ്പിക്കാൻ കഴിവുള്ള ദൈവമാണ് എന്റെ ദൈവമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ കത്തി ഉയർത്തിയപ്പോഴത്തേക്കും ദൈവം വിളിച്ചു, അബ്രാഹാം, കുട്ടിയുടെ മേൽ കൈവെക്കരുത്. ദയാമുൾപ്പെടുപ്പിൽ നിനക്ക് ബലിയർപ്പിക്കാനായിട്ടൊരു ആടിനെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ബലിപീഠത്തിൽ ബലിവസ്തു വെച്ച് കഴിഞ്ഞാൽ ആ ബലി പൂർത്തിയായി. ദൈവം ആ ബലി സ്വീകരിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഒരു വൈദികൻ ബലിയർപ്പിക്കാൻ വേണ്ടി ഉടുപ്പും മാറി എല്ലാ തിരുവസ്ത്രങ്ങളും ഇട്ട് ഈ ബലിപീഠത്തിങ്കലിൽ വന്ന് ബലിപീഠം ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ ആ വൈദികന് തലകറക്കമുണ്ടായാലും ആ ബലി പൂർത്തിയാക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. കാരണം അവൻ ദൈവത്തിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരയത്തി പറ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉണർവോടെ പറ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുക, എനിക്ക് എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഭാര്യയുമായി ഒത്തിരി പ്രാർത്ഥിക്കുന്നവളാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവം ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞിനെ വേണം ഞങ്ങൾക്കുണ്ടാകാൻ, ഒരു കുഞ്ഞ് വേണം ഞങ്ങൾക്കുണ്ടാകാൻ. അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഞങ്ങളെ തന്നെ കുമ്പസാരത്തിലൂടെയൊക്കെ ഒരുക്കി, ദിവ്യബലിയിലൂടെ ഒരുക്കി, തീർത്ഥാടന കേന്ദ്രങ്ങൾ വലാർപാടത്തും വേളാങ്കണ്ണിയിലും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അൽഫോൻസാമ്മയുടെ അടുത്തൊക്കെ പോയിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ ഭാര്യ ഗർഭിണിയായി. പ്രിയപ്പെട്ടവരെ, പ്രസവത്തിൻ്റെ ഒരാഴ്ച മുമ്പ് സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ റോസമ്മ മാണി എന്ന് പറയുന്ന ഗൈനക്കോളജി ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറയുക, ബിജി ബ്രദർ, നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ട, ഒരു നീഡിലിട്ടിട്ട് ഈ കുഞ്ഞിൻ്റെ തലയിലുള്ള ഫ്ലൂയിഡ് മുഴുവൻ വലിച്ചെടുക്കണം. ഭാര്യ കൊച്ചു പെണ്ണാണ്, പെട്ടെന്നൊരു സിസേറിയനൊന്നും വേണ്ട, നോർമൽ ഡെലിവറി ഒന്നും നടക്കില്ല. ഈ കുഞ്ഞ് ജനിച്ചാൽ തന്നെ ഇതിന് കൈയും കാലും ഒക്കെ എങ്ങനെയാകുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കണ്ണൊന്നും ഉണ്ടാകത്തില്ല. എന്തു പറയണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, ഇതിനെ അബോർഷൻ ചെയ്ത് കളയാം. പ്രസവിക്കാൻ ഒരാഴ്ചയുള്ളൂ. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഇപ്പം സിസേറിയൻ ചെയ്താൽ വല്ല കുഴപ്പമുണ്ടോ? ഒരാഴ്ചയുടെയും കൂടെ ഡേറ്റല്ലേ ഉള്ളൂ. ഡോക്ടർ പറഞ്ഞു, എന്ത് ബ്രദർ പറയുന്നേ? എന്നെ മുറിയിലിരുത്തി മണിക്കൂറോളം സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ തന്നെ സിസേറിയൻ ചെയ്യണം. സിസേറിയൻ ചെയ്തു. ഡോക്ടർ ജോർജ് കോവൂർ എന്ന് പറയുന്ന പ്രഗത്ഭനായ സുവിശേഷകൻ, ബഹുമാനപ്പെട്ട പനക്കലച്ചൻ പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഒരു ആംബുലൻസ് അമ്മയെയും കുഞ്ഞിനെയും
തൃശ്ശൂർ ഹാർട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരിക. പ്രസവിച്ച് പിറ്റേ ദിവസം അമ്മയും കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ആശുപത്രിയിലെത്തി. ഒരു പെൺകുട്ടിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, 5-ാമത്തെ ദിവസം അവളെ 3 ഓപ്പറേഷൻ ചെയ്തു കുഞ്ഞിനെ. എല്ലാവരും എന്നെ നോക്കി ചിരിക്കാൻ തുടങ്ങി. എന്നോട് എൻ്റെ ബന്ധുക്കളും പ്രിയപ്പെട്ടവരും ചോദിച്ചു, എണ്ണിയാൽ തീരാത്ത ദൈവങ്ങളുണ്ടായിട്ടും അതൊക്കെ ഉപേക്ഷിച്ചിട്ട് യേശുവേ എന്ന് പറഞ്ഞു പോയിട്ട് എവിടെടാ നിന്റെ ദൈവം? നിനക്ക് ഈ ഗതി വന്നില്ലേ? എന്തിനു പറയണു? ക്രിസ്ത്യാനികളായി വിശ്വാസികളായവർ എന്നോട് ചോദിച്ചു, ബ്രദർ പ്രാർത്ഥിക്കുമ്പം പ്രസംഗിക്കുമ്പോൾ രോഗികൾ സുഖപ്പെടുന്നു, എന്നിട്ട് ബ്രദറിന്റെ കൊച്ചിനെന്നെ ഇങ്ങനെ വന്നേ. ഞാനൊരു ചിരി ചിരിച്ചിങ്ങനെ തന്നെ നിന്ന്. അവരോടൊന്നും മറുപടി പറയാൻ പറ്റില്ല. 6.5 വയസ്സുവരെ അവൾ ഈ ഭൂമിയിൽ ജീവിച്ചു. അച്ഛേ എന്ന് മാത്രമേ അവൾ സംസാരിച്ചിട്ടുള്ളൂ. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഒരു വെള്ളിയാഴ്ച പ്രസംഗമൊക്കെ കഴിഞ്ഞ് പാതിരാത്രിക്കാണ് ഞാൻ വീട്ടിൽ ചെല്ലുന്നത്. വീട്ടിൽ ചെന്ന് എൻ്റെ കുഞ്ഞ് എൻ്റെ കയ്യിൽ തലവെച്ചേ കിടക്കുള്ളൂ. അങ്ങനെ അവളിങ്ങനെ കിടക്കുക. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞിന് തീർത്തും വയ്യാണ്ടായി. 6.5 വയസ്സിനുള്ളിൽ 9 ഓപ്പറേഷൻ ചെയ്തു അവളെ. അവൾ എന്നെ ഇങ്ങനെ ദയനീയമായി നോക്കി. അപ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളിൽ മന്ത്രിച്ചു, മോനെ വിഷമിക്കരുത്, സ്വർഗത്തിലേക്ക് ഞാൻ അവളെ കൊണ്ടുപോവുകയാണ്. അന്നത്തെ എൻ്റെ കുമ്പസാരകനായ തോമസ് പഞ്ഞിക്കാരൻ അച്ഛനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അച്ഛാ, അച്ഛനൊന്ന് വീട് വരെ വരണം, എൻ്റെ മോൾ എന്നെ വിട്ടു പോകാൻ പോവുക. ഞാൻ എൻ്റെ ഭാര്യനെ ഒരുക്കി, എൻ്റെ അമ്മയെ ഒരുക്കി, തകർന്നു പോകരുത്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, പഞ്ഞിക്കാരൻ അച്ഛൻ എന്നോട് പറയുക, നീ ആ കുഞ്ഞിൻ്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്ക്, സ്വർഗത്തിൽ ചെല്ലുമ്പം തോമസ് പഞ്ഞിക്കാരന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് എന്നോട് പറയാ, എടാ നീ സന്തോഷിക്കുക, സ്വർഗത്തിൽ ഒരു വിശുദ്ധ ജനിക്കാൻ പോവുകയാണ്, അതിന്റെ പിതാവാണ് നീ. ഇതിൽ പരം ഭാഗ്യം എവിടുന്നാ നിനക്ക് കിട്ടുക? അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട്, നന്ദു ജോൺ എന്നൊക്കെ പറയുന്ന സുവിശേഷകർ, ഇവരൊക്കെ പെട്ടെന്ന് വന്നു. അവരെയൊക്കെ എൻ്റെ മോളൊന്ന് നോക്കി. എൻ്റെ കയ്യിലിരിക്കുകയാണ് എൻ്റെ കുഞ്ഞ്. അവസാനം എൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ചിട്ട് ഈ ഷോൾഡർ ഇങ്ങനെ ഒന്ന് പൊക്കി. ഇന്നും അവളുടെ ആ ജീവൻ വിട്ടുപോകുന്നത് എൻ്റെ കരങ്ങളിൽ അറിയാൻ പ്രിയപ്പെട്ടു. അവളുടെ ശവസംസ്കാര ചടങ്ങിൽ MSFS ഇപ്പോഴത്തെ സുപ്പീരിയർ ആയിരിക്കുന്ന അബ്രാഹം വെട്ടുവേലിയച്ചൻ ഒരു പ്രസംഗം പറഞ്ഞു. അനേകം ശവസംസ്കാര ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുത്തു. എന്നും ഞാൻ പ്രാർത്ഥിക്കും, ഒരു മാലാഖയെ സ്വർഗത്തിലേക്ക് അയക്കാൻ എന്നെ സഹായിക്കണേ. എനിക്ക് അതിന് ഇന്ന് ഭാഗ്യം നൽകി. പ്രസംഗമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനകൾ വേറെയാണ്. അച്ഛൻ നിശ്ചലമായി കിടക്കുന്ന എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ നെറ്റിത്തടത്തിൽ അച്ഛനൊന്ന് അവളെ കെട്ടിപ്പിടിച്ചൊന്ന് ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു മാലാഖയെ ചുംബിക്കാനുള്ള ഭാഗ്യം കിട്ടി. അന്ന് ആ ദേവാലയത്തിൽ കൂടിയ സകലമാന മനുഷ്യരും എൻ്റെ മകളെ ആ നിശ്ചലമായ ശരീരത്തെ ചുംബിച്ചിട്ടാണ് അവളെ പറഞ്ഞയച്ചത്. പ്രിയപ്പെട്ടവരെ, അന്ന് മുതൽ എവിടെയെല്ലാം ഞാൻ പ്രസംഗിക്കാൻ പോയാലും എൻ്റെ മോളുടെ ഒരു ഫോട്ടോ ഞാൻ എൻ്റെ കൂടെ ഇങ്ങനെ വെക്കും. എപ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്ന അപ്പോഴെല്ലാം ഞാൻ പറയും, മോളെ അച്ഛന് വേണ്ടി ഈശോയോട് ഒന്ന് പറഞ്ഞേക്കണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ രക്തത്തിൽ പറന്ന എൻ്റെ കുഞ്ഞ് എൻ്റെ ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് ഇരിപ്പുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപാട് നിന്ദനങ്ങൾ ഞാൻ ആ സമയത്ത് കേട്ടു. അപ്പോഴൊക്കെ ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ മകൾ എന്നിൽ നിന്ന് വിട്ടുപോയപ്പോഴും ഞാൻ ഇപ്പോഴും ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, യേശു ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ ദൈവത്തെ കുറ്റപ്പെടുത്താനൊന്നും ഞാൻ തയ്യാറല്ല. ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്
എൻ്റെ കർത്താവേ, എൻ്റെ മകളായിരിക്കുന്നിടത്ത് എനിക്കും ആകുവാൻ കൃപ തരണമേ. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഭാര്യമാരും ഭർത്താക്കന്മാരും ജീവിത പങ്കാളി നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് സ്വർഗത്തിൽ അവിടെ ചെന്ന് അവരോടൊപ്പം ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കും എൻ്റെ മകളുടെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം എനിക്ക് സ്വർഗത്തിൽ എൻ്റെ ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശക്തിയോടെ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉണർവോടെ എന്ന് പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. മക്കബയാറിന്റെ പുസ്തകം 1 മക്കബയാർ 2 അധ്യായം 61-62 തിരുവചനത്തിൽ പറയാ, തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചിരുന്നവരാരും അശക്തർ ആവുകയില്ല. തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച ആരും അശക്തർ ആവുകയില്ല, അവർ ശക്തരാകും. പാപിയുടെ വാക്കുകളെ നിങ്ങൾ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. നിന്റെ വിശ്വാസത്തെ പരിഹസിച്ച് ആരെന്തെല്ലാം പറഞ്ഞാലും എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ ധൈര്യപൂർവ്വം നിൽക്കുക. ദൈവം നിങ്ങളുടെ കൂടെ വരും. വിശ്വസിക്കണം, എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 4 വാക്യം 2 ഇങ്ങനെ പറയുന്നു, അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വരം ശ്രവിച്ചിട്ടും ദൈവത്തിന്റെ വചനം കേട്ടിട്ടും അത് വിശ്വസിക്കാതെ നശിച്ചു പോയ ജനത്തെ നോക്കിയിട്ട് ദൈവം പറയുക, അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്ക് സുവിശേഷം ലഭിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് പറയുകയാ, നിങ്ങൾ നശിക്കാനുള്ളവരല്ല. അവർ നശിക്കാൻ കാരണം അവർ കേട്ട വചനം അവർ വിശ്വസിച്ചില്ല. നിങ്ങൾ ഈ കേൾക്കുന്ന വചനം നിങ്ങൾ വിശ്വസിക്കണം, അത് സ്വീകരിക്കണം, അത് സ്വീകരിച്ചുകൊണ്ട് അതിൽ നിലനിൽക്കണം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ പറ ഹല്ലേലൂയ. ഉണർവോടെ പറ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ച നിങ്ങളുടെ വൈദികരെയും ജ്ഞാനഗുരുക്കന്മാരെയും ഒക്കെ നിങ്ങൾ സ്നേഹിക്കണം, ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യണം. ഞാൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഞാൻ അവരോട് പറയും, നിങ്ങൾ ജ്ഞാനഗുരുക്കന്മാരെ സ്നേഹിക്കണം. സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കഷ്ടത വരുമ്പോൾ ഓടി അവരുടെ അടുത്തേക്ക് പോകണം എന്നല്ല. നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സുവിശേഷ വേലയെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ വികാരിയച്ഛൻ, അദ്ദേഹമാണ് നിങ്ങളുടെ ആത്മീയ ഗുരു. ഇനി പീറ്ററച്ഛൻ പോവും, വേറെ അച്ഛൻ വരും, കുഴപ്പമില്ല. ആ അച്ഛനെയും നിങ്ങൾ സ്നേഹിക്കണം. കുടുംബത്തിലെ അംഗത്തെ പോലെ കാണണം. നിങ്ങളുടെ സന്തോഷത്തിൽ ആ അച്ഛനെ പങ്കാളിയാക്കണം. നിങ്ങളുടെ ഭവനത്തിൽ ഒരു നല്ല ആഹാരം ഉണ്ടാക്കുമ്പോൾ അച്ഛനെ കൊണ്ടുപോയി സന്തോഷത്തോടെ കൊടുക്കണം. അച്ഛൻ ഏതെങ്കിലും വിധത്തിൽ ഭാരപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം. അപ്പോഴുണ്ടാകുന്ന ഒരു ഗുണമുണ്ട് പ്രിയപ്പെട്ടവരെ. മത്തായിയുടെ സുവിശേഷം അധ്യായം 10 വാക്യം 40-42 അവിടെ ഇങ്ങനെ പറയാം, നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്ന് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. ഉണർവോടെ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വൈദികരെയും സിസ്റ്റേഴ്സിനെയും ധ്യാനഗുരുക്കന്മാരെയും എല്ലാം
ഭാര്യന്മാരായി കണ്ട് സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം. അവരെ കാണുമ്പോൾ ഒരു ഭാരമായി കാണുകയല്ല ചെയ്യാം, സ്നേഹത്തോടെ അവരെ സ്വീകരിക്കാൻ പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. അവരെ ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തെയാണ് ശുശ്രൂഷിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. യേശുവിനെ ശുശ്രൂഷിക്കുമ്പോൾ പിതാവിനെ ശുശ്രൂഷിക്കുന്നതിന് തുല്യമാണ്. അതിനുള്ള പ്രതിഫലം ദൈവം നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇതൊക്കെ ചെയ്യാൻ നമുക്ക് കഴിയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൽ ശരണം പ്രാപിക്കുന്ന വ്യക്തികളായിരിക്കണം. ഇതൊക്കെ ചെയ്താൽ ദൈവം അനുഗ്രഹിക്കും എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. ഇന്ന് വരെ ഞാൻ സുവിശേഷ വേല ചെയ്തിട്ട് എൻ്റെ കയ്യിലുള്ള സമ്പത്തെടുത്ത് ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് ഇന്ന് വരെ എനിക്കൊരു കുറവും സംഭവിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓരോ ദിവസവും കൂടുന്നതല്ലാതെ ഇന്നു വരെ കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇന്നു വരെ കുറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിക്കും, ദൈവമേ, എന്താ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ചെയ്തു കൊടുക്കണ്ടേ? എൻ്റെ ദൈവം എന്നോട് പറയുക, നീ ഇന്നത് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആരൊക്കെ എതിർത്താലും ഞാൻ ചെയ്തു കൊടുക്കും. ആരൊക്കെ എതിർത്താലും ചെയ്തു കൊടുക്കും. ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ഭർത്താക്കന്മാർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഭാര്യ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പം ഭർത്താവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഭാര്യ പറഞ്ഞു കൊടുക്കും, ദേ അങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടാ, നമുക്കിവിടെ ഒരു പിടി വേണം. ഇന്ന് വരെ എൻ്റെ ഭാര്യ എൻ്റെ ഒരു ശുശ്രൂഷയ്ക്കും തടസ്സം നിന്നിട്ടില്ല. ആരെങ്കിലും അവളുടെ അടുത്ത് ചെന്നിട്ട് ഒരു സങ്കടം പറഞ്ഞാൽ ഉടൻ തന്നെ അവൾ പറയും, ചേട്ടൻ വരട്ടെ ഞാൻ പറയാൻ കേട്ടോ എന്ന് പറയും. ചേട്ടൻ വരട്ടെ ഞാൻ പറയാം. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഇവള് പതുക്കെ പറയും വൈകിട്ട്, അതെ അവരിങ്ങനെ വന്നായിരുന്നു, എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചു, ഇന്ന പോലത്തൊക്കെ കഷ്ടപ്പാടുണ്ട്. ഞാൻ പറയടി, നാളത്തെ കുർബാനയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, ദൈവം പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുത്തേക്കാം. എൻ്റെ കൂടെ പറയേ, ദൈവം പറയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാനോ പറയും, നീ കൊള്ളാനോടി പോയി പ്രാർത്ഥിക്കും. അപ്പോൾ ദൈവം പറയാം, മോനെ നീ അത് ചെയ്തു കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കത്തില്ല, അത് ഞാൻ ചെയ്തു കൊടുക്കും, അത് ഞാൻ ചെയ്തു കൊടുക്കും. അപ്പോൾ എൻ്റെ കൂടെ ധ്യാനിപ്പിക്കുന്ന ആൾക്കാർ വരെ എന്നോട് പറയും, ബ്രദറെ മക്കളും ഭാര്യയൊക്കെ ഉണ്ട് കേട്ടാ, സൂക്ഷിച്ചോളൂ. അപ്പം ഞാൻ പറയും, അതൊക്കെ ദൈവം ക്രമീകരിച്ചോളൂ, അതൊക്കെ ദൈവം ക്രമീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊക്കെ ദൈവം ക്രമീകരിക്കും. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പ്രിയപ്പെട്ടവരെ. ദിവികാരനെ ഈശോയെ നമ്മുടെ മധ്യയെ നമ്മൾ സ്വീകരിക്കാൻ പോവുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ സങ്കീർണ പ്രശ്നം ദൈവത്തിന് മാത്രമേ പരിഹരിക്കൂ.